82 സ്കൂളുകളെ പ്രതിനിധീകരിച്ച് 2500-ലധികം മത്സരാർത്ഥികളാണ് ഇതിൽ പങ്കെടുത്തത്. മേള വളരെ ഗംഭീരമായ നിലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് ഈ മേള സമാപിക്കും. മാത്രമല്ല എല്ലാ മേഖലകളിലും വലിയ പിന്തുണയാണ് മേളയ്ക്ക് കിട്ടിയത്. അതായത് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ഒക്കെ പിന്തുണ വളരെ വലുതായിരുന്നു. ഒപ്പം നമ്മുടെ സഹായകരമായിട്ടുള്ള ജില്ലയിൽ അധ്യാപകരുടെയും NSS വോളണ്ടിയർമാര്, നമ്മുടെ കൈറ്റ് കോർഡിനേറ്റേഴ്സ്, അതുപോലെ സ്കൂളിലെ NCC കേഡറ്റുകൾ, അവരെല്ലാം വളരെ ആത്മാർത്ഥമായി ഈ മേളയോട് സഹകരിച്ചു. പുനലൂർ ഉപജില്ലാ ശാസ്ത്രമേള പുനലൂർ ബോയ്സ് ഗേൾസ് സ്കൂളുകളിലായി നടന്നു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളകളിലായി സ്കൂളുകളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. പുനലൂർ ഉപജില്ലയുടെ ശാസ്ത്രമേള ഇന്നലെ, ഇന്ന് 16, 17 തീയതികളിലായിട്ട് താലൂക്ക് സമാജം സ്കൂളുകളിൽ നടക്കുകയാണ്. ഇന്നലെ ശാസ്ത്രമേളയും അതോടൊപ്പം തന്നെ ഗണിതശാസ്ത്രമേളയും ഇന്നലെ നടന്നു കഴിഞ്ഞു. പരാതികൾക്കൊന്നും ഇടയില്ലാത്ത രീതിയിൽ ഇന്നലെ മേള ഭംഗിയായിട്ട് സമാപിച്ചു. ഇന്ന് പ്രവൃത്തി പരിചയ മേളയും സാമൂഹ്യശാസ്ത്രമേളയും നടക്കുകയാണ്. ഇവിടെ ഗേൾസ് ഹൈസ്കൂൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യശാസ്ത്രമേളയും ബോയ്സ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കേന്ദ്രീകരിച്ച് പ്രവൃത്തി പരിചയ മേളയും നടക്കുന്നു. പുനലൂർ വിദ്യാഭ്യാസ ജില്ലയുടെ ഭാഗമായിട്ടുള്ള അഞ്ചൽ, ചടയമംഗലം ഉപജില്ലകളിലെ മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. റവന്യൂ ജില്ലാതല മത്സരം ഇവിടെ അഞ്ചാലുമൂട് ആണ് എന്ന് അറിഞ്ഞത്. നവംബർ മാസം ആദ്യമോ ഒക്ടോബർ അവസാനമോ നടക്കും. അപ്രോക്സിമേറ്റ് ഡേറ്റ് വന്നിട്ടില്ല. അതിനുള്ള മുന്നോടിയായിട്ടുള്ള കുട്ടികളെ ഉപജില്ലയിൽ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണ് എങ്കിലും വളരെ ഭംഗിയായി മേള നടക്കുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷം ഉണ്ട്. ഇല്ല, കഴിഞ്ഞു.
പുനലൂർ ഉപജില്ലയുടെ ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര IT മേളകൾ 16, 17 തീയതികളിലായി പുനലൂർ താലൂക്ക് സമാജം ബോയ്സ് ഗേൾസ് സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് മേള നടത്താൻ കഴിയുന്നുണ്ട്. പരാതികൾക്കൊന്നും ഇട നൽകാതെ മേള നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം, നാട്ടുകാരുടെയും PTA-യുടെയും ഇവിടുത്തെ സ്റ്റാഫിന്റെയും മാനേജ്മെന്റിന്റെയും പൂർണ്ണമായ സഹകരണവും DO-യുടെയും ഓഫീസ് അംഗങ്ങളുടെയും സഹകരണവും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭംഗിയായിട്ട് മേള നടന്നു പോകുന്നുണ്ട്. 4 കൺവീനർമാർ അവരുടെ ഡ്യൂട്ടികൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മേള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ നടത്തുന്ന പത്രങ്ങളിലൂടെ അറിയണ്ടേ? ലൈറ്റ് എടുക്കണം. പാചകം ശാസ്ത്രമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തി. സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനാപുരം, APPM VHSS ആവണീശ്വരം എന്നിവർ 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ 1ാം സ്ഥാനവും മൗണ്ട് താബോർ ഹൈസ്കൂൾ 2ാം സ്ഥാനവും വാളക്കോട് NSHS 3ാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ മണിയാർ ഗവൺമെന്റ് UPS 1ാം സ്ഥാനം നേടി. പുനലൂർ സെന്റ് ഗൊരേറ്റി ഹൈസ്കൂൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. LP വിഭാഗത്തിൽ MSM LPS പത്തനാപുരവും 1ാം സ്ഥാനവും, സെന്റ് ജോൺസ് LPS 2ാം സ്ഥാനവും MT LPS 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഗണിതശാസ്ത്രമേളയിൽ LP വിഭാഗത്തിൽ തൊളിക്കോട് ഗവൺമെന്റ് LPS 1ാം സ്ഥാനം നേടി. സെന്റ് ജോൺസ് LPS 2ാം സ്ഥാനവും ഗവൺമെന്റ് LPS വിളക്കുവട്ടം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഗണിതശാസ്ത്രമേളയിൽ UP വിഭാഗത്തിൽ മൗണ്ട് താബോർ ഹൈസ്കൂൾ 1ാം സ്ഥാനവും സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ 2ാം സ്ഥാനവും പുനലൂർ ഗേൾസ് സ്കൂൾ 3ാം സ്ഥാനവും നേടി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.